സുപ്രീം കോടതിയെ സമീപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റ് റദ്ദാക്കാൻ വിസമ്മതിച്ച ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് കേജ്രിവാൾ അപ്പീൽ നൽകിയത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലിരിക്കെ കഴിഞ്ഞ ജൂൺ 26-നാണ് കേജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണ ഇടപാട് കേസിൽ ജൂൺ 12-ന് സുപ്രീം കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു CBI അറസ്റ്റ്. തുടർന്ന് CBI അറസ്റ്റ് ചോദ്യം ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായി കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ജസ്റ്റിസ് നീന ബൻസൽ കൃഷ്ണയുടെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു. വിചാരണ കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. CBIക്ക് കേജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നും ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് CBI അറസ്റ്റ് എന്നുമായിരുന്നു ഹൈക്കോടതിയിൽ കേജ്രിവാളിന്റെ വാദം. സുപ്രീം കോടതി കേജ്രിവാളിന് അനുകൂലമായ നടപടിയെടുത്താൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകും. മാർച്ച് 21-നാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു. കേജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന EDയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മെയ് 10-ന് സുപ്രീം കോടതി കേജ്രിവാളിന് 21 ദിവസം ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലാവധി അവസാനിച്ച് ജൂൺ 2-ന് അദ്ദേഹം ജയിലിലേക്ക് മടങ്ങിയിരുന്നു.